welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പനീർ ബട്ടർ മസാലയാണ്. പനീർ വെച്ചിട്ട് ഞാൻ നേരത്തെ 2 റെസിപ്പീസ് ഇട്ടിരുന്നു. ഹോം മെയ്ഡ് പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്നും പിന്നെ പനീർ ടിക്ക പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല അത് സാധാരണ രീതിയിലല്ല, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഞൊടിയിടയിൽ നമുക്ക് ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ടേസ്റ്റിനും യാതൊരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ട, അപ്പം ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഇൻസ്റ്റൻറ്റ് പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, പിന്നെ 2-3 കഷ്ണം കറുവാപ്പട്ട, 8-10 ഗ്രാമ്പു, 4-5 ഏലക്ക, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇനി നമുക്കൊരു ചെറിയ കുക്കർ ഗ്യാസിൽ വെക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടുതലായിരിക്കണം, സവോള കുറച്ച് കുറവായിരിക്കണം. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. സവോളയുടെ ടേസ്റ്റ് ഒത്തിരി അങ്ങ് മുന്നിട്ട് നിന്നാൽ പനീറിന് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ തക്കാളി വേണം കൂടുതൽ നിൽക്കാനായിട്ട്. അപ്പോൾ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിരിയൻ മുളക് പൊടി അതാവുമ്പോൾ നല്ല കളറുണ്ടാവും, എരിവ് കുറവുമായിരിക്കും. പനീർ ബട്ടറിന് എരിവ് കുറവ് മതിയാവും, ഒത്തിരി അങ്ങ് വേണ്ട. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വഴനയില, ബേ ലീഫ് നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കാറില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കാം. അതല്ല മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര മതിയാവും. പിന്നെ ഇതിനകത്തേക്ക് ഒരു ചെറിയ പിടി കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പനീർ ബട്ടറിന് ഒഴിവാക്കാനാവാത്ത ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 കപ്പ് പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഗ്രേവി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കുക. തിളച്ച വെള്ളം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം ഇട്ട് വെച്ചതിന് ശേഷം കോരിയെടുത്താൽ അത് സോഫ്റ്റായി കിട്ടും. ഇതിനകത്തേക്ക് 3-4 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ് കൂടുതൽ ചേർത്താലും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗ്രേവി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് പാലാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും മതിയാവും. എങ്കിലും ടേസ്റ്റ് പാല് ചേർക്കുന്നത് തന്നെയാണ്. നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആവും. പിന്നെ ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതല്ല കാഷ്യൂനട്ടും കിസ്മിസും അല്പം നെയ്യിൽ വറുത്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ആ കിസ്മിസും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതൊന്ന് പൊലിപ്പിച്ചെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എത്ര പെട്ടെന്നാണ് ഇതുണ്ടായ ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും നമുക്ക് വിചാരിക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്